ഒരാളിവിടെ സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങി കിടക്കുന്ന വേറൊന്നിനുമല്ല, ആളുടെ കാതുകുത്താണിന്ന്. അപ്പോൾ കാത് കുത്താൻ പോകാനായിട്ടാണ് ഇങ്ങനെ റെഡിയായി കിടക്കുന്നത്. അപ്പം നമ്മൾ പതിയെ കാത് കുത്താനായിട്ട് ഇറങ്ങി. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കേട്ടോ കാത് കുത്തുന്നത്, വേറെ എവിടെയും പോയിട്ടില്ല. പോണ വഴി ചെറിയ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പതിയെ നടന്ന് വണ്ടിയിലൊക്കെ കയറി അങ്ങ് ഹോസ്പിറ്റലിലെത്തി. മാമ്പഴക്കരയിലുള്ള ലക്ഷ്മി നഴ്സിംഗ് ഹോം. കൊച്ചിലെ തൊട്ട് ഞാൻ പോണ ഒരു ഹോസ്പിറ്റലാണിത്. എൻ്റെ അമ്മയുടെ കൊച്ചിലെ തൊട്ടുള്ള ഡോക്ടറാണിവിടെ. അപ്പോൾ ആൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പം എന്താ പറയുക, ആദ്യം തന്നെ മരപ്പിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ, കുത്തുന്നത്. മരപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആളൊന്ന് കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങ് മാറ്റി, പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കി. പിന്നെന്താ പറയുക, കുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ സെറ്റാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. അവൾ പിന്നീട് അങ്ങ് പെട്ടെന്ന് ഓക്കെ ആയായിരുന്നേ. നമ്മുടെ മൂത്ത ആളുടെ കമ്മലും ഇവിടെ തന്നെ കുത്തി. എന്തിനു പറയുന്നത്, എൻ്റെ കാത് കുത്തിയത് ഈ ഡോക്ടർ തന്നെയാണ്. അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ടൊക്കെയാണ് ചെന്നതും. പിന്നെ ദച്ചുവിൻ്റെ ഈ പ്രായത്തിൽ തന്നെ കാത് കുത്തിയത്. 3 മാസം ആവുന്നതിന് മുമ്പ് അവളുടെ കാത് ഞാൻ കുത്തിയിരുന്നേ. ഇപ്പം വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. ഉറങ്ങി ക്ഷീണം കാണുമല്ലോ. ഉറങ്ങി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളിതേ ഉഷാറായി, എണീറ്റ് വർത്താനവും ചിരിയും കളിയൊക്കെ ആയിരുന്നേ. അപ്പോൾ കാത് കുത്താൻ പ്ലാനുള്ള അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോയ്സാണ്. എപ്പോൾ കുത്തണം, എങ്ങനെ കുത്തണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നേരത്തെ കുത്തുക എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ കാത് താങ്ങാനുള്ള ആ ഒരു ഇതൊക്കെ കുറവായിരിക്കും. അവർ നേരെ കിടക്കുന്ന പ്രായത്തിലാണെങ്കിൽ കാതെ പിടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യാത്തപ്പം കാത് താങ്ങത്തില്ല. എപ്പോൾ കുത്തിയാലും പെയിനൊക്കെ ഒരുപോലെ ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞ് കാത് കട്ടിയാകുമ്പോൾ. ഇപ്പോൾ അത് കുറവായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.